Let's start. The game is tough. So, the game is always tough. പക്ഷെ കൃത്യമായ പ്ലാനിംഗ് കൂടെ വർക്ക് ചെയ്താൽ സക്സസ് ഈസ് ഇന്നെവിറ്റബിൾ. പക്ഷേ പ്രിലിംസ് കൂടുതൽ അൺഎക്സ്പെക്റ്റഡ് ആവുകയാണ്. സ്റ്റുഡൻസ് ആർ ഗെറ്റിംഗ് ടെൻസ്ഡ്. പ്രിലിംസിൻ്റെ പാറ്റേൺ ആദ്യമായിട്ടല്ലല്ലോ മാറുന്നത്. 2016 കറണ്ട് അഫയേഴ്സ് പ്രിഡോമിനൻ്റ് ആയിട്ട് വന്നിരുന്നു. അതുപോലെ 2023 പ്രിലിംസിൻ്റെ പാറ്റേൺ മൊത്തത്തിൽ മാറിയിരുന്നു. കട്ട് ഓഫ് 75 താഴെ പോയി. അപ്പോൾ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓൾവേസ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. പക്ഷേ എങ്ങനെ വന്നാലും ബേസിക്സ് തറവായിട്ട് ഫോക്കസ് ചെയ്ത് അഡക്വേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഭൂരിഭാഗം സ്റ്റുഡൻസും എപ്പോഴും ഫെയിലായിക്കൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ആക്ച്വലി ദർ ഈസ് നോ ക്ലിയർ കട്ട് പ്ലാൻ. അങ്ങനെ പറയാൻ പറ്റുമോ? പ്ലാനൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വൺ സൈസ് ഫിറ്റ് ഓൾ അപ്രോച്ചിലേക്ക് എല്ലാവരും കയറാൻ ശ്രമിക്കുന്നതാണ്. ശരിക്കും വേണ്ടത് ഒരു കസ്റ്റമൈസ്ഡ് സ്റ്റഡി പ്ലാനാണ്. കൃത്യമായിട്ട് നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സുകളും മനസ്സിലാക്കി ബേസിക്കലി എംഫസൈസ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് മെൻറ്ററിൻ്റെ ഗൈഡ് ലൈൻസിൽ മുന്നോട്ട് പോയാൽ പ്രിലിംസ് എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ ടു ക്ലിയർ. ഇതെല്ലാം പ്രിലിംസിന് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസ് പഠിക്കാൻ എവിടെയാണ് നേരം? പ്രിലിംസ് ചിലപ്പോൾ പാസ്സാകുമായിരിക്കും, പക്ഷെ പ്രിലിംസ് മാത്രം പാസ്സായാൽ പോരല്ലോ. പ്രിലിംസ് പാസ്സായാലും മെയിൻസ് ഫെയിലാവും. മെയിൻസിന് നമ്മൾ ടൈം കണ്ടെത്തണം. 2027 എക്സാം ഫോക്കസ് ചെയ്യുന്നൊരു കുട്ടി ചെയ്യേണ്ടത് ഈ ഓഗസ്റ്റ് മുതൽ നവംബർ വരെ എക്സ്ക്ലൂസീവ്ലി മെയിൻസ് ഫോക്കസ് ചെയ്യണം. നോട്ട് മേക്കിംഗ് പ്ലസ് എക്സ്റ്റെൻസീവ് ആൻസർ റൈറ്റിംഗ്. ഈ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ് പ്രിലിംസിൻ്റെ ഒരു ബേസായിട്ട് പിന്നീട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിനുശേഷം ഡിസംബർ തൊട്ടാണ് പ്രിലിംസ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസ് ചെയ്യേണ്ടത്. അതും എക്സാമിൻ്റെ 3 മാസം മുമ്പ് തൊട്ട് നമ്മൾ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിവിഷനും അതുപോലെ MCQ പ്രാക്ടീസിനുമായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്ലാനിലാണ് നമ്മൾ അൾട്ടിമേറ്റ്ലി എക്സാം ക്ലിയർ ആവുക. റിവിഷൻ, ടെസ്റ്റ് സീരീസ്, ക്ലാസ്സസ് 24 മണിക്കൂർ കൊണ്ട് ഇതൊന്നും മതിയാകില്ല മിസ്റ്റർ. ഇപ്പോഴും ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകുന്നില്ല. ശരിയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ബി സ്മാർട്ട്. ക്രെഡിബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ വളരെ റിലയബിൾ ആയിട്ടുള്ള ലെക്ചേഴ്സ് അവൈലബിൾ ആണ്. അവരുടെ വാല്യൂ അഡീഷൻ സീരീസ് അവൈലബിൾ ആണ്. ഇതെല്ലാം യൂസ് ചെയ്ത് ഒരു സ്മാർട്ട് സ്ട്രാറ്റജിയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. ഹ്യൂമറസ് ടെസ്റ്റുകൾ, ഡെയിലി മെയിൻസ്, പ്രിലിംസ് ടെസ്റ്റ് സീരീസ്, വാല്യൂ അഡീഷൻ മോഡ്യൂൾസ്, കസ്റ്റം ബേസ്ഡ് പ്ലാൻ, ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ്. എനിക്ക് താങ്കളെ മനസ്സിലാകുന്നില്ല. ഇതൊരാൾക്കും എവിടെയും കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാധാരണഗതിയിൽ എവിടെയും കിട്ടില്ല. പക്ഷേ സൈലം IASൻ്റെ എക്സ്പ്ലോർ 2.0 ഇതെല്ലാം ഇതൊക്കെ മേലെ കിട്ടും. ചെക്ക്മേറ്റ്.